ഇറാനെതിരായ സൈനിക നീക്കത്തിന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് സെനറ്റിന്റെ പിന്തുണ. ട്രംപിന്റെ യുദ്ധാധികാരങ്ങൾ നിയന്ത്രിക്കാനുള്ള പ്രമേയം സെനറ്റ് വോട്ടിനിട്ട് തള്ളി. ഇറാനിൽ അമേരിക്ക നടത്തുന്ന വ്യോമാക്രമണം തടയാനും സൈനിക നീക്കങ്ങൾക്ക് നിയമനിർമ്മാണ സഭയുടെ മുൻകൂർ അനുമതി നിർബന്ധമാക്കാനും ലക്ഷ്യമിട്ട് അവതരിക്കപ്പെട്ട ഉഭയകക്ഷി പ്രമേയമാണ് സെനറ്റിൽ പരാജയപ്പെട്ടത്. 100 അംഗങ്ങളുള്ള സെനറ്റിൽ 47 പേരാണ് പ്രമേയത്തെ അനുകൂലിച്ചത്. 53 പേരും പ്രമേയത്തെ എതിർത്ത് ട്രംപിന് അനുകൂലമായി വോട്ട് ചെയ്തു. അമേരിക്കയിലെ പൊതുജനങ്ങൾക്കിടയിൽ പ്രസിഡന്റിന്റെ സൈനിക നടപടിക്കെതിരായ ശക്തമായ വികാരം നിലനിൽക്കുന്നുണ്ടെങ്കിലും റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഭൂരിപക്ഷമുള്ള സെനറ്റിൽ യുദ്ധ നയത്തിന് അനുകൂലമായ നിലപാട് ഭൂരിപക്ഷം അംഗങ്ങളും അംഗീകരിക്കുകയായിരുന്നു. പശ്ചിമേഷ്യൻ മേഖലയിലെ സമാധാനത്തിന് ഇറാൻ ഭീഷണിയാണെന്നും മുൻകരുതൽ എന്ന നിലയിലുള്ള സൈനിക നടപടി അനിവാര്യമായിരുന്നു എന്നുമുള്ള വാദത്തെ സെനറ്റ് ശരിവെച്ചു. നിയമനിർമ്മാണ സഭയുടെ പിന്തുണ കൂടി ലഭിച്ചതോടെ അമേരിക്ക സൈനിക നടപടി കൂടുതൽ ശക്തമാക്കാനാണ് സാധ്യത. On this, the yeas are 47, the nays are 53. The motion to discharge is not approved. ഇറാനെതിരായ സൈനിക നീക്കത്തിന് എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് സെനറ്റിൽ പിന്തുണ തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. ട്രംപിന്റെ യുദ്ധാധികാരങ്ങൾ നിയന്ത്രിക്കാനുള്ള പ്രമേയം സെനറ്റ് വോട്ടിനിട്ട് തള്ളിയിരിക്കുകയാണ്. ഇറാനിൽ അമേരിക്ക നടത്തുന്ന വ്യോമാക്രമണം തടയാനും സൈനിക നീക്കങ്ങൾക്ക് നിയമനിർമ്മാണ സഭയുടെ മുൻകൂർ അനുമതി നിർബന്ധമാക്കാനും ലക്ഷ്യമിട്ട് അവതരിപ്പിക്കപ്പെട്ട ഉഭയകക്ഷി പ്രമേയമാണ് സെനറ്റിൽ പരാജയപ്പെട്ടത്. 100 അംഗങ്ങളുള്ള സെനറ്റിൽ 47 പേരാണ് പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് രേഖപ്പെടുത്തിയത്. 53 പേരും പ്രമേയത്തെ എതിർത്ത് ട്രംപിന് അനുകൂലമായി തന്നെ വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അമേരിക്കയിലെ പൊതുജനങ്ങൾക്കിടയിൽ പ്രസിഡന്റിന്റെ സൈനിക നടപടിക്കെതിരായ ശക്തമായ വികാരം നിലനിൽക്കുന്നുണ്ടെങ്കിലും റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഭൂരിപക്ഷമുള്ള സെനറ്റിൽ യുദ്ധനയത്തിന് അനുകൂലമായ നിലപാട് ഭൂരിപക്ഷം അംഗങ്ങളും അംഗീകരിക്കുകയായിരുന്നു.